Hello my dear students. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് K2 ഫോർത്ത് സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിലെ CE 206 ഫ്ലൂയിഡ് മെക്കാനിക്സ് 2 പ്രോബ്ലംസ് ആണ്. മൊഡ്യൂൾ 4 പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. അതിന്റെ ബാക്കി ഉള്ള രണ്ട് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. So myself Anju Tulasi, Assistant Professor, Department of Civil Engineering, SNIT, Adur. So നമുക്ക് പ്രോബ്ലം നോക്കാം. A sluice gate discharges water into a horizontal rectangular channel with a velocity of 10 meter per second. So velocity നമുക്ക് തന്നിട്ടുണ്ട് 10 meter per second and depth of flow. So depth of flow D1 തന്നിട്ടുണ്ട് 1 meter. Determine the depth of flow after the jump. After the jump എന്താ പറഞ്ഞേക്കുന്നത്. സോ ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ദ ജംപ് എന്ന് പറഞ്ഞാൽ D2 ആണ് കാണേണ്ടത്. ആൻഡ് ഓൾസോ ഫൈൻഡ് കോൺസിക്വന്റ് ലോസ് ഇൻ ടോട്ടൽ ഹെഡ്. ലോസും കണ്ടുപിടിക്കണം. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ദ ജമ്പും കോൺസിക്വന്റ് ലോസ് ഇൻ ടോട്ടൽ ഹെഡ്. നമുക്ക് ഗിവൺ ആയി തന്നേക്കുന്നത് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡെപ്ത് ഓഫ് ഫ്ലോ D1 തന്നിട്ടുണ്ട് 1 മീറ്റർ എന്ന്. ഓക്കെ, സോ നമുക്ക് ഗിവൺ ഡേറ്റാസ് എഴുതാം. ഗിവൺ തന്നിട്ടുണ്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ V1 തന്നിട്ടുണ്ട് which is equal 10 meter per second. Okay, ഇനി ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ അല്ലേ. സോ ഡെപ്ത് ഓഫ് ഫ്ലോ ബിഫോർ ജമ്പിന് മുമ്പുള്ളത് അല്ലേ, that is D1 which is equal 1 meter. So velocity of flowing, depth of flowing നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് പെർ വിത്ത് സ്മോൾ ക്യൂ കണ്ടുപിടിക്കാമല്ലോ. സോ ഡിസ്ചാർജ് പെർ വിത്ത് സ്മോൾ ക്യൂ ഈക്വൽ നമുക്കറിയാം ഇക്വേഷൻ V1 into D1. ഓക്കെ, V1 into D1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എത്രയാണ് 10 into D1 1 അല്ലേ. സോ നമുക്ക് കിട്ടും 10 meter square per second. ഓക്കെ, സോ ഡിസ്ചാർജ് പെർ വിത്ത് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഈ ഇക്വേഷൻ നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോയുടെ ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു. സോ ഇതെങ്ങനെ വന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഡിസ്ചാർജ് പെർ വിത്ത് Q ഈക്വൽ ഡിസ്ചാർജ് പെർ വിത്ത് Q by B ആണ് അല്ലെ. സോ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലെ. സോ ബൈ ബി. ഓക്കെ, റെക്ടാങ്കുലർ ചാനൽ ആയത് കാരണം ഇവിടുത്തെ ഏരിയ എന്താണ്, B ഇൻറ്റു D1 അല്ലെ, ഇൻറ്റു B1 ബൈ B ആണല്ലോ. ഈ ബിയും ബിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, B1 ഇൻറ്റു D1. ഇങ്ങനെയാണ് ക്യൂവിന്റെ ഇക്വേഷൻ കിട്ടുന്നത്, B1 ഇൻറ്റു D1. ഓക്കെ, so we have equation depth of flow after jump D2 equal minus D1 by 2 plus root of D1 square by 4 plus 2Q square by GD1. Okay, നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഉണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം, D2 കണ്ടുപിടിക്കാം. So minus 1 by 2 plus root of 1 square by 4 plus 2 into 10 square by 9.81 into 1. Okay, so ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 4.043 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ജമ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോസ് ഇൻ ടോട്ടൽ ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, so loss in total head HL equal D2 minus D1 the whole cube by 4 into D1 D2. So values നമുക്ക് എല്ലാം അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.043 minus 1 the whole cube divided by 4 into 4.043 into 1. Okay, സോ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് HL കിട്ടും 1.742 മീറ്റർ. സോ നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ദ ജമ്പും കണ്ടുപിടിച്ചു,
ലോസ് ഇൻ ടോട്ടൽ ഹെഡും കണ്ടുപിടിച്ചു. സോ നമുക്കിനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: Ace Lewis gate discharges water into a horizontal rectangular channel with a velocity of 6 meter per second. Okay, V1 തന്നിട്ടുണ്ട് 6 meter per second and depth of flow is 0.4 meter. So D1 തന്നിട്ടുണ്ട് 0.4 meter. Okay, the width of the channel is 8 meter. നമുക്ക് B width തന്നിട്ടുണ്ട് 8 meter എന്ന് determine whether a hydraulic jump will occur and if so hydraulic jump occur ചെയ്യുന്നോ ഇല്ലയോ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് occur ചെയ്യുന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, ആൻഡ് ഹൈഡ്രോളിക് ജമ്പ് occur ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക, ആൻഡ് ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം ഓഫ് വാട്ടർ, ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കുക. ഇത്രയും വരെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പുതുതായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾസോ ഡിറ്റർമൈൻ ദ പവർ ലോസ്ഡ് ഇൻ ദ ഹൈഡ്രോളിക് ജമ്പ്. പവർ ലോസ്ഡും നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കി ഇത്രയും സിമിലർ ആണ് കഴിഞ്ഞ വീഡിയോയിലിട്ട സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട്. പവർ ലോസ്റ്റ് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, നമുക്കിത് ചെയ്യാം. സോ നമുക്ക് ഗിവൺ എഴുതാം. വെലോസിറ്റി ഓഫ് ഫ്ലോ V1 equals 6 meter per second. Okay. Depth of flow before hydraulic jump ആണ്. So D1 equal 0.4 meter. Okay. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്ത് ആണ്. B എത്ര തന്നിരിക്കുന്ന വിഡ്ത്ത് 8 meter തന്നിട്ടുണ്ട്. Okay. So നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്ചാർജ് പെർ വിഡ്ത്ത് കണ്ടുപിടിക്കാം. സ്മോൾ ലെറ്റർ Q കണ്ടുപിടിക്കാം. ഓക്കെ, Q ബൈ B അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1 ഇൻറ്റു D1 വെച്ച് ചെയ്യാം. ഓക്കെ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ബൈ B. ഏരിയ ഈസ് B ഇൻറ്റു D1 ഇൻറ്റു V ബൈ B വിച്ച് ഈസ് ഈക്വൽ B1 into D1. Okay, ഡയറക്റ്റായിട്ട് Q equal V1 into D1 വെച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളത് എങ്ങനെ വന്നേന്ന്. സോ V1 into D1 6 into 0.4 which is equal 2.4 meter square per second. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് വിൽ occur if ഒന്ന് depth is less than critical depth. D1 should be less than critical depth HC ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമ്പർ should be greater than 1 ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടിലെ ഏതൊരു കണ്ടീഷൻ ചെയ്താൽ മതി. ഞാൻ രണ്ടും ചെയ്ത് കാണിക്കാം. കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഫ്ലൂയിഡ് നമ്പർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത് വെലോസിറ്റി V നമുക്ക് ഇല്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് V ഉള്ളതുകൊണ്ട് ഞാൻ ഫ്ലൂയിഡ് നമ്പർ വെച്ചും ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അപ്പം ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കണം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്തിന് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. HC ഈക്വൽ Q സ്ക്വയർ ബൈ G ദ ഹോൾ റേസ് ടു 1/3. ഓക്കെ, Q എത്രയാണ്? 2.4. സോ 2.4 സ്ക്വയർ ബൈ G എത്ര? 9.81 ദ ഹോൾ റേസ് ടു 1/3. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 0.837 മീറ്റർ. സോ ഡെപ്ത് D എന്ന് പറയുന്നത് 0.4 മീറ്റർ ആണ്. നമുക്ക് കിട്ടിയത് 0.837 ആണ്. സോ ഇവിടെ D1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്, HC ആണ്. സോ ഇവിടെ എന്തുണ്ടാകും? ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകും. Therefore ഹൈഡ്രോളിക് ജമ്പ് വിൽ occur. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സോ ഹൈഡ്രോളിക് ജമ്പ് വിൽ occur. നമുക്ക് ഇനി വേണമെങ്കിൽ ഏതൊരു കണ്ടീഷൻ ചെയ്താൽ മതി. സോ വേണമെങ്കിൽ ഞാൻ ഇതും കൂടെ ചെയ്ത് കാണിക്കാം. ഫ്ലൂയിഡ് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 വരുന്നത്, ഓർ FE ഫ്ലൂയിഡ് നമ്പർ FE ഈക്വൽ V1 ബൈ റൂട്ട് ഓഫ് G D1. ഓക്കെ,
V1 നമുക്കറിയാം 6 by root of G എത്ര 9.81 into D1. D1 എത്രയായിരുന്നു? D1 നമുക്ക് കിട്ടിയത് 0. നമുക്ക് തന്നിട്ടുള്ളത് 0.4. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.0289 എന്നാണ് അല്ലേ? സോ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഫ്രൂട്ട്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. Therefore hydraulic jump will occur. Okay, so നമ്മൾ ചെക്ക് ചെയ്തു ഹൈഡ്രോളിക് ജമ്പ് ഒക്യൂർ ചെയ്യും. സോ അങ്ങനെ ഹൈഡ്രോളിക് ജമ്പ് ഒക്യൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ? ഹൈറ്റ് കണ്ടുപിടിക്കണേ ഹൈറ്റ് എന്താണ്? D2 മൈനസ് D1 ആണ് അല്ലേ? സോ നമുക്ക് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ D2 മൈനസ് D1 ആണ്. സോ D1 നമുക്കറിയാം 0.4 മീറ്റർ. നമുക്ക് D2 കണ്ടുപിടിക്കണം. സോ D2 ഈക്വൽ മൈനസ് D1 by 2 പ്ലസ് റൂട്ട് ഓഫ് D1 സ്ക്വയർ by 4 പ്ലസ് 2Q സ്ക്വയർ by G D1. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടി 1.525 മീറ്റർ ആണ് D2 നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ D2 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി D2 ഇക്വേഷൻ അല്ലാതെ ഫ്രൂട്ട്സ് നമ്പർ ഉള്ളത് കാരണം നമുക്ക് D2ന്റെ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. D2 ഈക്വൽ D1 by 2 into root of 1 plus 8FE സ്ക്വയർ മൈനസ് 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെയിം ആൻസർ തന്നെ വരുന്നത് കേട്ടോ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ D1 D2 കിട്ടിയോണ്ട് നമുക്ക് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കാണാം D2 മൈനസ് D1 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ 1.525 മൈനസ് 0.4. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.125 മീറ്റർ. സോ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പും കിട്ടി. ഓക്കെ, സോ നമ്മൾ തേർഡ് ചോദിച്ചേക്കുന്നത് ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് HL ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം ഓഫ് വാട്ടർ നമുക്ക് തേർഡ് കണ്ടുപിടിക്കേണ്ടത്. സോ ലോസ് ഓഫ് എനർജി ഇക്വേഷൻ HL ഈക്വൽ D2 മൈനസ് D1 the whole cube by 4 D1 D2. ഓക്കെ, D2 D1 അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.5835 മീറ്റർ കിലോഗ്രാം പെർ കിലോഗ്രാം. ഓക്കെ, സോ ലോസ് ഓഫ് എനർജിയും കിട്ടി. സോ അറ്റ് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ ലോസ്റ്റ് ആണ് ഇൻ ദ ഹൈഡ്രോളിക് ജമ്പ്. അതും കൂടെ കണ്ടുപിടിക്കാം. സോ ഫോർത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന പവർ ലോസ്റ്റ് ഇൻ കിലോവാട്ട് ആണ്. സോ പവർ ലോസ്റ്റ് ഇക്വേഷൻ ρg into Q into HL by 1000. ഓക്കെ, സോ ഇതിലുള്ള എല്ലാ വാല്യൂസ് നമുക്ക് അറിയാം. ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ρg into Q നമുക്ക് എങ്ങനെ എഴുതാം? A into V1 ആയിട്ട് എഴുതാം. Q. ഓക്കെ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു HL by 1000. അതിലെ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു G 9.81 ഇൻറ്റു B വിത്ത് 8 into depth 0.4 into velocity 6 into loss 0.5835. Okay, the whole divided by 1000. So solve ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10109.9 kilowatt.